നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും ബോധിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, ടെസ്റ്റിൽ പറയുന്ന മറ്റൊരു ചെറിയ കണക്കാണത്. ഇത് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, when a body is moving A to C through B, what is the speed and what is the velocity? ഒരു ബോഡി എയിൽ നിന്നും സിയിലേക്ക് സഞ്ചരിക്കുകയാണ്. ഏത് വഴി? ബിയിലൂടെ. എങ്കിൽ ആ ബോഡിക്കുണ്ടായ വേഗത എത്ര, പ്രവേഗം എത്ര? അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ബോഡിയുടെ വേഗത കണ്ടുപിടിക്കാം. സ്പീഡ് കണ്ടുപിടിക്കാം. അപ്പോൾ സ്പീഡ് കാണുന്ന ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു ബോഡി എയിൽ നിന്നും ബിയിലൂടെ സിയിലേക്ക് സഞ്ചരിച്ചു. അത്ര തിരിച്ച് എയിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ബോഡി എയിൽ നിന്നും ബിയിലൂടെ സിയിലേക്ക് സഞ്ചരിച്ചു എങ്കിൽ ആ ബോഡിയുടെ ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെന്റ് എത്ര? ക്ഷമിക്കണം, എങ്കിൽ ആ ബോഡിയുടെ സ്പീഡ് എത്ര, വെലോസിറ്റി എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യമായി നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കാൻ പോകുന്നു. ആദ്യമായി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എ മുതൽ ബി വരെ 60 മീറ്റർ പ്ലസ് ബി മുതൽ സി വരെ 40 മീറ്റർ ഡിവൈഡ് ബൈ ടൈം. എ മുതൽ ബി വരെ സഞ്ചരിക്കാൻ വേണ്ടി 6 സെക്കൻഡ് സമയമെടുത്തു. 6 സെക്കൻഡ്. ബി മുതൽ സി വരെ ആകാൻ വേണ്ടി 4 സെക്കൻഡ് സമയമെടുത്തു. 4 സെക്കൻഡ് സമയമെടുത്തു. അപ്പോൾ നോക്കുക, 60 പ്ലസ് 40 100 മീറ്റർ ഡിവൈഡ് ബൈ 6 പ്ലസ് 4 10 സെക്കൻഡ്. അപ്പോൾ ഒരു ബോഡി എയിൽ നിന്നും സിയിലേക്ക് എത്തിയ സമയത്ത് ആ ബോഡി സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് 100 മീറ്ററും 100 മീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി ആ ബോഡിക്ക് ആവശ്യമായ വന്ന സമയം 10 സെക്കൻഡുമായിരുന്നു. എങ്കിൽ അദ്ദേഹത്തിന്റെ വേഗത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് 100 മീറ്റർ, ടൈം 10 സെക്കൻഡ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വേഗത എത്രയായിരിക്കും? 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പൊ ആ ബോഡിയുടെ സ്പീഡ് എന്ന് പറഞ്ഞത് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അടുത്ത കണ്ടുപിടിക്കുന്നു വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. എന്താണ് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം? നമുക്കറിയാം, വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. നോക്കുക, എ മുതൽ സി വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? എയിൽ നിന്ന് ബിയിലേക്ക് വന്ന് ബിയിൽ വെച്ച് ഡയറക്ഷൻ ചേഞ്ച് ആവുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാത സ്വീകരിക്കാൻ സാധിക്കില്ല. കാര്യം ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഒരു സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആയിരിക്കണം. നോക്കുക, ഇവിടെ എ മുതൽ സി വരെയുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് 70 മീറ്റർ ആണ്. സോ ഇവിടെ എ മുതൽ സി വരെയുള്ള ഈ ലൈനല്ലേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത്. ബിക്കോസ് എയിൽ നിന്നും സിയിലേക്ക് പോകുമ്പോൾ ഉണ്ടായ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് അത് 70 മീറ്റർ ആണ്. സോ അതിന് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനിഷ്യൽ പൊസിഷൻ. എ എന്ന് പറയുന്ന ഇനിഷ്യൽ പൊസിഷൻ മുതൽ സി എന്ന് പറയുന്ന ഫൈനൽ പൊസിഷൻ വരെയുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? 70 മീറ്റർ ആണ്. അത്രയും സഞ്ചരിക്കുന്ന സമയം എത്രയാണ്? 10 സെക്കൻഡ്. സോ എന്ത് കിട്ടുന്നു? 7 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. നമ്മളോട് എന്ത് കണ്ടുപിടിച്ചു? നമ്മളോട് വളരെ സിമ്പിളായി വേഗതയും പ്രവേഗവും കണ്ടുപിടിച്ചു. അപ്പൊ ഇത്തരത്തിലാണ് സ്പീഡും വെലോസിറ്റിയും കണ്ടുപിടിക്കാനുള്ള കണക്കുകൾ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പുതിയ ഒരു ഭാഗത്തേക്ക് പോകാം, പുതിയ ടോപ്പിക്കിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് പഠിച്ചു, ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചു, സ്പീഡ് പഠിച്ചു, വെലോസിറ്റിയും പഠിച്ചു. ശ്രദ്ധിക്കുക, ഇതൊരു പാതയാണ്, ഒരു പാത്താണ് സങ്കല്പിക്കുക. 5 പോയിന്റുകൾ എ ബി സി ഡി ഇ എഫ് എന്ന് പറയുന്ന 5 പോയിന്റുകൾ. നോക്കുക, എയിൽ 0 സെക്കൻഡ്, 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ്. നോക്കുക, എ എന്ന് പറയുന്ന പോയിന്റിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു കാറ് എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നും എഫ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പോൾ 0 സെക്കൻഡിൽ കാറിന്റെ പൊസിഷൻ എ ആണ്, 2 സെക്കൻഡിൽ കാറിന്റെ പൊസിഷൻ ബി ആണ് സങ്കല്പിക്കുക, 4 സെക്കൻഡിൽ സി ആണ് സങ്കല്പിക്കുക, 6 സെക്കൻഡിൽ ഡിയും, 8 സെക്കൻഡിൽ ഇയും, 10 സെക്കൻഡിൽ എഫും ആയിരിക്കും കാറിന്റെ പൊസിഷൻ എന്ന് സങ്കല്പിക്കുക. ഓർക്കുക, 0 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെ, 0 മുതൽ
2 സെക്കൻഡ് വരെ, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പൊസിഷൻ മുതൽ ബി എന്ന് പറയുന്ന പൊസിഷൻ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലം എന്ന് പറയുന്നത് 20 മീറ്റർ ആണ് എന്ന് സങ്കല്പിക്കുക. എത്രയാണ്? 20 മീറ്റർ ആണ് സങ്കല്പിക്കുക. എങ്കിൽ ബി മുതൽ സി വരെയുള്ള അകലവും 20 മീറ്റർ ആണ് സങ്കല്പിക്കുക. അപ്പോൾ എ മുതൽ ബി വരെ 20, ബി മുതൽ സി വരെ എത്രയാണ്? 20. അപ്പൊ 20 + 20 40 മീറ്റർ. എഗൈൻ സി മുതൽ ഡി വരെയുള്ള അകലവും 20 ആണ് സങ്കല്പിക്കുക. അപ്പോൾ എ മുതൽ ബി വരെ 20, ബി മുതൽ സി വരെ എഗൈൻ 20. അപ്പോൾ 20 + 20 40 ആയി, 40 + 20 60 ആയി. അപ്പോൾ 60 മീറ്റർ. ഡി മുതൽ ഇ വരെയും 20 മീറ്റർ സങ്കല്പിക്കുക. 20, 40, 60, 80 മീറ്റർ. ഇ മുതൽ എഫ് വരെയും 20 സങ്കല്പിക്കുക. ഇ മുതൽ എഫ് വരെ എത്രയായി? 100 മീറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 2 സെക്കൻഡ് ശ്രദ്ധിക്കുക, 0, 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 2 വീതം കൂടി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ 2 സെക്കൻഡ് വീതം ഇൻക്രീസ് ചെയ്യുമ്പോഴും ആ കാറ് 20 മീറ്റർ വീതം ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര മീറ്റർ വീതം? ആ ഡിസ്റ്റൻസ് മാറാതെ 20 മീറ്റർ വീതം കവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ every 20 സെക്കൻഡ്, every 2 സെക്കൻഡ് the position of car is increased by 20 meter. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 2 സെക്കൻഡിലും കാറിന്റെ പൊസിഷൻ 20 മീറ്റർ വീതം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ 0 സെക്കൻഡിലായിരുന്നപ്പോൾ കാറ് 0 മുതൽ 2 സെക്കൻഡ് വരെ കാറ് 20 മീറ്റർ ഓടി. ആദ്യം എന്താണ്? 0 സെക്കൻഡ് സമയത്ത് കാറിന്റെ പൊസിഷൻ എത്രയായിരുന്നു? വേഗത 0 ആയിരുന്നു. ഓരോ 2 സെക്കൻഡ് കൂടുന്നതനുസരിച്ച് എന്താണ്? ആ കാറിന്റെ വേഗത 20 മീറ്റർ വീതം കൂടിക്കൊണ്ടേയിരുന്നു. The distance is increased by 20 meter at every 2 second. ഓരോ 2 സെക്കൻഡിലും കാറിന്റെ വേഗത എത്ര വീതം കൂടിക്കൊണ്ടേയിരുന്നു? 20 മീറ്റർ വീതം കൂടിക്കൊണ്ടേയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടൈം ഇന്റർവെല്ലിൽ, ഓരോ 2 സെക്കൻഡ് കഴിയുമ്പോഴും കാറിന്റെ വേഗത 20 മീറ്റർ വീതം കൂടിക്കൊണ്ടേയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈക്വൽ ടൈമിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെക്കൻഡ്, ഓരോ 2 സെക്കൻഡ് എന്ന് പറഞ്ഞ ഈക്വൽ ടൈമിലും ആ കാറ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് 20 മീറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ആ കാറ് കവർ ചെയ്തത്. അപ്പോൾ നമ്മൾ പുതിയതായി ഒരു വാക്ക് പഠിക്കുന്നു, സമവേഗം. എന്താണ്? സമവേഗം അല്ലെങ്കിൽ യൂണിഫോം സ്പീഡ്. എന്താണ്? സമവേഗം അല്ലെങ്കിൽ യൂണിഫോം സ്പീഡ്. ശ്രദ്ധിക്കുക, ചലനത്തിലുള്ള ഒരു വസ്തു, എന്താണ്? ചലനാവസ്ഥയിലുള്ള ഒരു വസ്തു തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ എന്താണ്? ഇഫ് എ ബോഡി ഈസ് ഇൻ മോഷൻ ഇറ്റ് കവർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ദ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഇറ്റ് ഈസ് നോൺ ആസ് യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ സമവേഗം. ഒരു ബോഡി തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ ബോഡി സമവേഗത്തിലാണ് എന്ന് പറയാം. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇവിടെ. ഓരോ 2 സെക്കൻഡിലും കാറിന്റെ വേഗത 20 മീറ്റർ വീതം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എ മുതൽ ബി വരെ 20 മീറ്റർ കൂടി. ബി ടു സി എത്രയാണ്? എ ടു സി എത്രയാണ്? 40 മീറ്ററിലെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. കാര്യം എ മുതൽ ബി വരെ 20 മീറ്റർ, ബി മുതൽ സി വരെ 20 മീറ്റർ, ടോട്ടൽ എത്രയായി? 40 മീറ്റർ ആയില്ലയോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി 2 സെക്കൻഡ്സ് എന്താണ്? The distance is increased by 20 meter. ഓരോ 2 സെക്കൻഡിലും എന്താണ്? കാറിന്റെ വേഗത 20 മീറ്റർ വീതം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തുല്യ സമയത്ത് തുല്യ ദൂരം, 2 സെക്കൻഡ് എന്ന് പറയുന്ന തുല്യ സമയത്ത് ഓരോ 2 സെക്കൻഡിലൂടെ 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ് ഇവയ്ക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 അല്ലയോ? 8നും 6നുമുള്ള വ്യത്യാസം 2 ആണ്. 10നും 8നും ഇടയിലുള്ള വ്യത്യാസം 2 ആണ്. 2നും 0നും ഇടയിലുള്ള വ്യത്യാസം എത്രയാണ്? 2 ആണ്. 100നും 80നും ഇടയിലുള്ള വ്യത്യാസം 20 ആണ്. 80നും 60നും ഇടയിലുള്ള വ്യത്യാസവും 20 ആണ്. 60നും 40നും ഇടയിലുള്ള വ്യത്യാസവും എത്രയാണ്? 20 തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 2 സെക്കൻഡിലും 20 മീറ്റർ വീതം കൂടുകയാണ് എന്തെന്ന് പറഞ്ഞത്? അകലം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണ്. അപ്പോൾ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തു തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞ് നമുക്ക് പറയാം ആ വസ്തു സമവേഗത്തിലാണ് എന്ന് നമുക്ക് പറയാം. If a body is in motion, it cover equal distance in the equal interval of time. എന്നാൽ മറ്റൊരു കാറിന്റെ ചലനത്തെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഇത് 0 സെക്കൻഡ് ആണ്. 0 സെക്കൻഡ്. ഇത് എ എന്ന് പറയുന്ന പൊസിഷൻ, ബി, സി, ഡി,
VC, D എന്താണ് E. 0 സെക്കൻഡ്, 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്. ശ്രദ്ധിക്കുക, 0 മുതൽ 2 വരെ അല്ലെങ്കിൽ A മുതൽ V വരെ കാറ് 2 മീറ്റർ ഓടി. B മുതൽ C വരെ കാറ് 8 മീറ്റർ ഓടി. C മുതൽ D വരെ കാറ് ഒരു 25 മീറ്റർ ഓടി. D മുതൽ E വരെ കാറ് ഒരു 10 മീറ്റർ ഓടി. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഓരോ ടൈം ഇന്റർവെല് 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ് ഈക്വൽ ടൈം ഇന്റർവെൽ. ടൈം കൃത്യമായി നമുക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈക്വൽ ടൈം ഇന്റർവെല്. ആദ്യം 0 മുതൽ 2 സെക്കൻഡ് വരെ കാറ് 2 മീറ്റർ സഞ്ചരിച്ചു എങ്കിൽ B മുതൽ C വരെ അടുത്ത 2 സെക്കൻഡിൽ കാർ സഞ്ചരിച്ചത് 8 മീറ്റർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മീറ്റർ കൂടി അധികം സഞ്ചരിച്ചിട്ടുണ്ട് കാറ്. അടുത്ത 2 സെക്കൻഡിൽ കാർ സഞ്ചരിച്ചത് 25 മീറ്റർ ആണ്. അപ്പോൾ വ്യത്യാസം എത്രയാണ്? 25 മൈനസ് 8 അത്രയുമാണ് വ്യത്യാസമായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അടുത്ത 2 സെക്കൻഡിൽ കാർ എത്ര മീറ്റർ സഞ്ചരിച്ചുള്ളൂ? 10 മീറ്ററേ സഞ്ചരിച്ചുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ 2 സെക്കൻഡിൽ കാർ 25 മീറ്റർ സഞ്ചരിച്ചു, അടുത്ത 2 സെക്കൻഡിൽ കാർ 10 മീറ്ററേ സഞ്ചരിച്ചുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കൃത്യമായി 2 സെക്കൻഡ് വീതം പ്രോഗ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ കാറിന്റെ വേഗത കൂടിയും കുറഞ്ഞും നിൽക്കുകയാണ്. ഇവിടെ കാറ് തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിച്ചു എങ്കിൽ ഇവിടെ അതേ കാറ് തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിക്കുന്നില്ല. അതിന്റെ മീനിങ് ആദ്യ 2 സെക്കൻഡുകളിൽ 2 മീറ്റർ സഞ്ചരിച്ച കാറ് അടുത്ത 2 സെക്കൻഡിൽ 8 മീറ്റർ സഞ്ചരിച്ചു. അത് കഴിഞ്ഞുള്ള 2 സെക്കൻഡിൽ 25 മീറ്റർ സഞ്ചരിച്ചു. അത് കഴിഞ്ഞുള്ള 2 സെക്കൻഡിൽ 10 മീറ്ററേ സഞ്ചരിച്ചുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കൃത്യമായി കൂടി പോകുന്നുണ്ട് എങ്കിലും എന്ത് കൂടുന്നില്ല? കാറിന്റെ വേഗത കൃത്യമായി കൂടുന്നു എന്ന് പറയാൻ സാധിക്കില്ല. വേഗത കൂടുന്നുമുണ്ട്, എന്നാൽ വേഗത കുറയുന്നുമുണ്ട്. എങ്കിൽ കൃത്യമായ സമയ ഇടവേളകളിൽ ഒരു ബോഡി തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നില്ല എങ്കിൽ, അപ്പോൾ എന്താണ്? തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നില്ല എങ്കിൽ നമുക്ക് പറയാം ആ വസ്തു അസമവേഗത്തിലാണ്. എന്ത് വേഗത്തിലാണ്? അസമവേഗത്തിലാണ്, അല്ലെങ്കിൽ അത് നോൺ യൂണിഫോം മോഷൻ. എന്താണ്? നോൺ യൂണിഫോം മോഷനിലാണ്. അപ്പോൾ നമ്മൾ പുതിയതായി 2 വാക്കുകൾ പഠിക്കുന്നു. ഒന്ന് യൂണിഫോം മോഷനും അടുത്തത് നോൺ യൂണിഫോം മോഷനും. സമചലനവും അസമചലനവും. അപ്പോൾ എന്താണ് സമചലനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചലനാവസ്ഥയിലുള്ള ഒരു വസ്തു. എന്താണ്? ചലനാവസ്ഥയിലുള്ള ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ വസ്തു സമവേഗത്തിലാണ്. എങ്കിൽ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നില്ല എങ്കിൽ നമുക്ക് പറയാം ആ വസ്തു അസമവേഗത്തിലാണ്. If a body is in motion, it cover equal distance in the equal interval of time. It is known as uniform motion. എങ്കിൽ if a body is in motion, it cover unequal distance. It cover equal അല്ല, പകരം unequal distance in the equal interval of time. It is known as non-uniform speed. അപ്പോൾ സമവേഗവും അസമവേഗവും. ഒരു ബോഡി തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് സമവേഗത്തിലും, എങ്കിൽ ഒരു ബോഡി തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിച്ചില്ല എങ്കിൽ അത് അസമവേഗത്തിലുമായിരിക്കും. If a body is in motion, it cover equal distance in the equal interval of time. It is known as uniform speed അല്ലെങ്കിൽ സമവേഗം. If a body is in motion, it cover equal distance in the unequal interval of time. If a body is in motion, it cover unequal distance in the equal interval of time. കൃത്യമായ സമയത്ത് തുല്യ ദൂരം സഞ്ചരിച്ചില്ല എങ്കിൽ ആ ബോഡി എന്ത് ചലനത്തിലാണ്? ആ ബോഡി അസമ വേഗത്തിലായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ വേഗത പഠിച്ചു, പ്രവേഗം പഠിച്ചു. ഇപ്പോൾ പഠിച്ചു സമവേഗവും അസമവേഗവും. തുല്യ സമയത്ത് തുല്യ ദൂരം സമവേഗം, തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിക്കുന്നില്ല എങ്കിൽ അത് അസമവേഗം. ഈക്വൽ ഡിസ്റ്റൻസ്, ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം, യൂണിഫോം സ്പീഡ്. ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം, അൺഈക്വൽ ഡിസ്റ്റൻസ് എന്താണ്? നോൺ യൂണിഫോം സ്പീഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും പഠിച്ചു കഴിഞ്ഞു. തുല്യ സമയത്ത് തുല്യ ദൂരമാണെങ്കിൽ സമവേഗം അല്ലെങ്കിൽ യൂണിഫോം സ്പീഡ്, തുല്യ സമയത്ത്
തുല്യ ദൂരം സഞ്ചരിച്ചില്ല എങ്കിൽ എന്തായിരിക്കും? അത് നോൺ യൂണിഫോം വേഗത അല്ലെങ്കിൽ നോ യൂണിഫോം സ്പീഡ്, അസമ വേഗത്തിലുമായിരിക്കും. അതുപോലെ അല്ലെങ്കിൽ ഈ കാറ് സഞ്ചരിച്ച ശരാശരി ദൂരം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കാർ സഞ്ചരിച്ച ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ കാറിന്റെ ആവറേജ് സ്പീഡ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. എന്തായിരിക്കും? അപ്പോൾ ആവറേജ് സ്പീഡ് കാണുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ എന്തായിരിക്കും? ടൈം ആയിരിക്കും. ഇവിടെ കാർ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 മീറ്റർ ആണ്. 100 മീറ്റർ സഞ്ചരിക്കുന്ന സമയം എത്രയാണ്? 10 സെക്കൻഡ് ആണ്. എത്ര സെക്കൻഡ് ആണ്? 10 സെക്കൻഡ് ആണ്. അപ്പോൾ ആ കാർ സഞ്ചരിച്ച ആവറേജ് വേഗത എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 2 സെക്കൻഡിലും 20 മീറ്റർ വീതം വേഗത കൂടുന്നുവെങ്കിൽ ഓരോ 1 സെക്കൻഡിലും 10 മീറ്റർ വീതമല്ല വേഗത കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആയിരിക്കും. അത്രയും സഞ്ചരിക്കാൻ എടുത്ത ടൈം ആയിരിക്കും. അതായിരിക്കും ആ കാറിന്റെ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വേഗത എന്ന് അല്ലെങ്കിൽ ശരാശരി വേഗത എന്ന് പറയുന്നത്. അപ്പോൾ യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തുല്യ സമയം തുല്യ ദൂരമാണ് എങ്കിൽ ഇത് സമവേഗത്തിലും, എന്നാൽ തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിച്ചില്ല എങ്കിൽ അത് അസമവേഗത്തിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും പഠിച്ചു കഴിഞ്ഞു. അടുത്തായി പഠിക്കുന്നു യൂണിഫോം വെലോസിറ്റി. എന്താണ് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം? യൂണിഫോം വെലോസിറ്റിയുമുണ്ട്, നോൺ യൂണിഫോം വെലോസിറ്റിയുമുണ്ട്, സമപ്രവേഗവുമുണ്ട്, അസമപ്രവേഗം അല്ലെങ്കിൽ നോൺ യൂണിഫോം. എന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി? ഈ വെലോസിറ്റി എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഡിസ്പ്ലേസ്മെന്റിൽ നിന്നുമാണ് വന്നേക്കുന്നത്. കാര്യം എന്താണ്? ദ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ ആൻ യൂണിറ്റ് ടൈം ഇറ്റ് ഈസ് നോൺ ആസ് വെലോസിറ്റി. പക്ഷെ നമുക്കറിയാം ഒരു ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകണമെങ്കിൽ ആ ബോഡിയുടെ ഡയറക്ഷൻ ചേഞ്ച് ആകാതെ ആ ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു ബോഡിക്ക് വെലോസിറ്റിയും ഉണ്ടാകത്തുള്ളൂ. സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്ന ഒരു ബോഡി, ആ ബോഡി അത് അറ്റൈൻ ചെയ്യുന്ന അതേ വേഗതയിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ പോലും ചെറിയ ഒരു അതിന്റെ പൊസിഷനിൽ ചെറിയ ഒരു ഡീവിയേഷൻ വന്നാൽ പോലും അവിടെ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? വെലോസിറ്റിക്ക് വ്യത്യാസം സംഭവിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്ന ഒരു ബോഡിക്ക് മാത്രമേ ഇപ്പോൾ എന്തുണ്ടായിരിക്കത്തുള്ളൂ? വെലോസിറ്റി ഉണ്ടായിരിക്കത്തുള്ളൂ. കാര്യം എന്താണ്? കാര്യം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. ആ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ശ്രദ്ധിക്കുക, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത് തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. എപ്പോഴെങ്കിലും ആ സ്ട്രെയിറ്റ് ലൈനിന്റെ പൊസിഷനിൽ വ്യത്യാസം സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതിന് നമുക്ക് ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ് യൂണിഫോം വെലോസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സങ്കല്പിക്കുക. ഇഫ് എ ബോഡി ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു ബോഡി നേർരേഖയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു കാറ് ഓരോ 2 സെക്കൻഡിലും 20 മീറ്റർ വീതം വേഗത അല്ലെങ്കിൽ 20 മീറ്റർ വീതം ദൂരം കവർ ചെയ്യുന്ന ഒരു കാർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഏത് ഡയറക്ഷനിൽ? ഒരേ ഡയറക്ഷനിൽ വ്യത്യാസമില്ലാതെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ടുവേർഡ്സ് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ഒരു കാർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ്? ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 2 സെക്കൻഡിലും 20 മീറ്റർ വീതം ഡിസ്പ്ലേസ്മെന്റ് കൂടത്തക്ക രീതിയിൽ ഒരു കാറ് ഈസ്റ്റ് ഡയറക്ഷനിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. എങ്കിൽ ഇഫ് എ ബോഡി ഈസ് ഇൻ മോഷൻ, ഒരു സഞ്ചരിക്കുന്ന ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ബോഡി യൂണിഫോം വെലോസിറ്റിയിലാണ് എന്ന് പറയണമെങ്കിൽ എപ്പോഴാണത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് എ ബോഡി ഇൻ യൂണിഫോം വെലോസിറ്റി, ഒരു ബോഡി സമപ്രവേഗത്തിലായിരിക്കണമെങ്കിൽ എന്താണ്? ഇഫ് എ ബോഡി ഈസ് ഇൻ യൂണിഫോം വെലോസിറ്റി ഇറ്റ് കവർ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. എങ്ങനെയായിരിക്കണം? ആ ബോഡി തുല്യ സമയത്ത് ഒരേ ദിശയിൽ തുല്യ സ്ഥാനാന്തരം കവർ ചെയ്തിരിക്കണം. എങ്ങനെയായിരിക്കണം? ഇറ്റ് കവർ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിലാണോ ആ ബോഡി സഞ്ചരിക്കുന്നത് അതേ ഡയറക്ഷനിൽ എന്ത് കവർ ആയിരിക്കണം? ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്. അത്രയും സ്ഥാനാന്തരം എന്തായിരിക്കണം? അത്രയും സ്ഥാനാന്തരം
കവർ ആയിരിക്കണം ഇൻ ദ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം, ഇൻ ദ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. അപ്പോൾ കൃത്യമായ സമയ ഇടവേളകളിൽ എന്താണ്, കൃത്യമായ സമയ ഇടവേളകളിൽ ഒരു ബോഡി ഒരേ ഡയറക്ഷനിൽ തുല്യ സ്ഥാനാന്തരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ ബോഡി സമപ്രവേഗത്തിലാണ് അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ if a body is in uniform velocity, if a body is in uniform velocity, it cover equal displacement in the same direction. It cover equal displacement in the same direction in the equal interval of time. കൃത്യമായ സമയ ഇടവേളകളിൽ അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് ഡയറക്ഷൻ മാറാതെ, ദിശ മാറാതെ ഒരു ബോഡി തുല്യ സ്ഥാനാന്തരത്തിൽ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ബോഡി സമപ്രവേഗത്തിലാണ്. ഇനി അറ്റ് എനി പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ആ ബോഡിയുടെ ഡയറക്ഷൻ ചേഞ്ച് ആകുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ആ ബോഡിയുടെ ഡയറക്ഷൻ ചേഞ്ച് ആകുന്നുവെങ്കിൽ ദ വെലോസിറ്റി ഈസ് ഓൾവേസ് ചേഞ്ചസ്. ആ വെലോസിറ്റി എന്തായിട്ട് മാറുന്നു? ആ വെലോസിറ്റി ആ നോൺ യൂണിഫോം വെലോസിറ്റിയിലേക്ക് മാറുന്നു. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ഒരു ബോഡിയുടെ ഡയറക്ഷൻ എപ്പോഴെങ്കിലും മാറുന്നുവെങ്കിൽ ആ ബോഡി നോൺ യൂണിഫോം വെലോസിറ്റിയിലേക്ക് മാറുന്നു. When the direction of the body changes, the velocity is also changes. യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി ചേഞ്ച് ആകുമ്പോൾ the velocity is changed to നോൺ യൂണിഫോം വെലോസിറ്റി. അപ്പോൾ സമപ്രവേഗവും അസമപ്രവേഗവും, അപ്പോൾ തുല്യ സമയത്ത് ഒരേ ദിശയിൽ തുല്യ സ്ഥാനാന്തരത്തിൽ ഒരു വസ്തു സഞ്ചരിക്കുന്നു എങ്കിൽ നമുക്ക് പറയാം ആ വസ്തു സമപ്രവേഗത്തിലാണ്. എങ്കിൽ വസ്തുവിന്റെ ദിശ മാറുന്ന സമയത്ത് അത് എന്തിലേക്ക് മാറുന്നു? അത് അസമപ്രവേഗത്തിലേക്ക് മാറുന്നു. അപ്പോൾ യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡ്, യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി, സമവേഗം, അസമവേഗം, സമപ്രവേഗം, അസമപ്രവേഗം, ഇതെല്ലാം ഇങ്ങനെ പരസ്പരം ചേർന്ന് കിടക്കുകയാണ്. കാര്യം അകലം, സ്ഥാനാന്തരം. അകലത്തിൽ നിന്നും വേഗത വന്നു, സ്ഥാനാന്തരത്തിൽ നിന്നും പ്രവേഗം വന്നു. ആ വേഗത എന്തൊക്കെയായി? സമവേഗവുമായി അസമവേഗവുമായി. പ്രവേഗം എന്തൊക്കെയായി? സമപ്രവേഗവുമായി അസമപ്രവേഗവുമായി. ശ്രദ്ധിക്കുക, എന്താണ് സമവേഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ if a body is in motion, it cover equal distance in the equal interval of time. അതാണ് സമവേഗം എന്ന് പറഞ്ഞത്. ഒരു വസ്തു തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ വിളിക്കാം സമവേഗം എന്ന് വിളിക്കാം. എന്താണ് സമപ്രവേഗം? എങ്കിൽ ഒരു വസ്തു തുല്യ സമയത്ത് ഒരേ ദിശയിൽ തുല്യ സ്ഥാനാന്തരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ വസ്തു സമപ്രവേഗത്തിലാണ് എന്ന് പറയാം. If a body is in uniform velocity, it cover എന്താണ്? Equal displacement in the same direction at the equal interval of time. എന്താണ് നോൺ യൂണിഫോം സ്പീഡ്? എന്താണ് അസമവേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വസ്തു തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിക്കുന്നില്ല എങ്കിൽ നമുക്ക് പറയാം അതെന്താണ്? അത് അസമവേഗത്തിലാണ്. If a body is in motion, it cover unequal distance in the equal interval of time. എന്താണ് അസമപ്രവേഗം എന്ന് പറയുന്നത്? when the direction is changes, the velocity is also changes. സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഡയറക്ഷൻ മാറുന്ന സമയത്ത് the uniform velocity is changed to നോൺ യൂണിഫോം വെലോസിറ്റി. അല്ലെങ്കിൽ സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ അത് എന്തിലേക്ക് മാറുന്നു? അത് അസമപ്രവേഗത്തിലേക്ക് മാറുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലേക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിനി പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ആ ടോപ്പിക്കാണ് ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ? നമുക്ക് മലയാളത്തിൽ അതിനെ ത്വരണം എന്ന് പറയാം. എന്താണ് ആക്സിലറേഷൻ? അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ ത്വരണം എന്ന് പറയാം. ശ്രദ്ധിക്കുക, ഒരു കാറ് സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. എന്താണ് ഒരു കാറ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എഫ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് കാറ് സഞ്ചരിക്കുകയാണ്. 5 സെക്കൻഡ്, 10 സെക്കൻഡ്, 15 സെക്കൻഡ്, 20 സെക്കൻഡ് എന്ന് വെച്ചുള്ള 5 സെക്കൻഡ് വീതം കൂടി പോകുന്ന ഒരു സമയ ഇടവേളകൾ ഇവിടെ ചിത്രം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പാഠപുസ്തകത്തിലുള്ള ഒരു ചിത്രമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ആ കാർ സഞ്ചരിക്കുന്ന വേഗതയാണ്. ഈ എ എന്ന് പറയുന്ന പൊസിഷനിൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് കാറിനുണ്ടായ സ്റ്റാർട്ടിങ് പൊസിഷൻ. ആ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനിൽ ആ കാർ അറ്റൈൻ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്.
ആ കാർ സ്റ്റാർട്ട് ചെയ്ത് 5 സെക്കൻഡുകൾക്ക് ശേഷം ആ കാറിനുണ്ടായ പ്രവേഗം എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആ കാർ യാത്ര തുടങ്ങി. കൃത്യം 10 സെക്കൻഡിൽ കാറിന്റെ വെലോസിറ്റി എത്രയായിട്ട് മാറി? അത് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. 15ാമത്തെ സെക്കൻഡിലും കാർ അറ്റൈൻ ചെയ്യുന്ന വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരുന്നു. 20 സെക്കൻഡ് ആയപ്പോൾ കാർ അറ്റൈൻ ചെയ്യുന്ന വെലോസിറ്റി എത്രയായി കുറഞ്ഞു? 6 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കുറഞ്ഞു. ശേഷം അദ്ദേഹം കാർ കൊണ്ട് നിർത്തി. അപ്പോൾ വീണ്ടും കാറിന്റെ വെലോസിറ്റി എത്രയായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം ആണ്. ടൈം കൃത്യമായിട്ട് കൂടി പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ കാറിന്റെ വെലോസിറ്റി ആദ്യം 5, 10 എന്ന് പറഞ്ഞ് കൂടി. പിന്നെ 10 തന്നെ കാർ അറ്റൈൻ ചെയ്തു. പിന്നെ ആ വെലോസിറ്റി കുറഞ്ഞു. പിന്നെ വെലോസിറ്റി അങ്ങ് ഇല്ലാണ്ടായി. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമില് കാറിന്റെ വെലോസിറ്റിക്ക് വ്യത്യാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിൽ ആ പ്രവേഗത്തിന് അല്ലെങ്കിൽ വെലോസിറ്റിക്ക് ആ വ്യത്യാസം ഉണ്ടാകുന്നു എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. അല്ലെങ്കിൽ ത്വരണം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ ആക്സിലറേഷൻ എന്നൊരു വാക്ക് എവിടെ കണ്ടാലും അപ്പോഴേ വിചാരിക്കുക ആ ബോഡിക്ക് എന്തുണ്ട്? ഒരു ബോഡി ആക്സിലറേറ്റ് ചെയ്യുന്നുവെങ്കിൽ ആ ബോഡിയുടെ വെലോസിറ്റി കൂടിയും കുറഞ്ഞു, ഒന്നുകിൽ വെലോസിറ്റി കൂടി പോയിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ആ വെലോസിറ്റിക്ക് എന്താണ്? വെലോസിറ്റിക്ക് വ്യത്യാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒന്നുകിൽ വെലോസിറ്റി കൂടാം, അല്ലെങ്കിൽ വെലോസിറ്റി കുറയാം, അല്ലെങ്കിൽ സെയിം വെലോസിറ്റി അറ്റൈൻ ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്യാം? വെലോസിറ്റി വീണ്ടും കുറച്ച് കൂടാം. അപ്പൊ മനസ്സിലാക്കുക, ആക്സിലറേഷൻ എന്ന പദം കണ്ടാൽ അപ്പോഴേ മനസ്സിലാക്കുക ആ ബോഡിയുടെ വെലോസിറ്റിയിൽ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആക്സിലറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. എന്തായിരിക്കും ആക്സിലറേഷൻ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവേഗ വ്യത്യാസത്തിന്റെ നിരക്കിനെ വിളിക്കുന്ന പേരാണ് ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ. Acceleration is the rate of change of velocity. എന്താണ്? Acceleration is the rate of change of velocity. ശ്രദ്ധിക്കുക, ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗ വ്യത്യാസം എന്താണ്? പ്രവേഗ വ്യത്യാസം ഡിവൈഡ് ബൈ എന്തായിരിക്കും? സമയമായിരിക്കും. അതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ നമുക്ക് പറയാം ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. പ്രവേഗ വ്യത്യാസം ബൈ സമയം. ഈ പ്രവേഗ വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാം? ഈ പ്രവേഗ വ്യത്യാസം കണ്ടുപിടിക്കുന്നത് അവസാനമുണ്ടായ പ്രവേഗത്തെ ആദ്യമുണ്ടായ പ്രവേഗം കൊണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രവേഗ വ്യത്യാസം കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനമുണ്ടായ വെലോസിറ്റി നമുക്കതിനെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയും. എന്ത് പറയാം? ഫൈനൽ വെലോസിറ്റി. അവസാനമുണ്ടായ വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി. നമ്മൾ അതിനെ വി എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് കാണിക്കുന്നു. ഏത് അക്ഷരം കൊണ്ട് സ്റ്റാൻഡ് ചെയ്യുന്നു? ഫൈനൽ വെലോസിറ്റി സ്റ്റാൻഡ്സ് ബൈ ദ ലെറ്റർ വി. അതുപോലെ തന്നെ ആദ്യമുണ്ടായ വെലോസിറ്റി എന്താണ്? ആദ്യമുണ്ടായ വെലോസിറ്റി അല്ല ആദ്യ പ്രവേഗം എന്താണ്? ആദ്യ പ്രവേഗം നമുക്കതിനെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയാം. എന്ത് പറയാം? ഫൈനൽ വെലോസിറ്റി നമുക്ക് അന്ത്യപ്രവേഗം എന്നും ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് ആദ്യ പ്രവേഗം എന്നും പറയാം. എന്ത് പ്രവേഗം എന്നും പറയാം? ആദ്യ പ്രവേഗം എന്നും പറയാം. ആദ്യ പ്രവേഗത്തിൽ നമ്മൾ കാണിക്കുന്ന അക്ഷരം യു ആണ്. ഏത് കാണിക്കുന്നു? യു എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് കാണിക്കുന്നു. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി പ്രവേഗ വ്യത്യാസം അല്ലെങ്കിൽ വെലോസിറ്റിക്ക് ഉണ്ടായ ചേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഫൈനൽ വെലോസിറ്റിയെ ഇനിഷ്യൽ വെലോസിറ്റി കൊണ്ട് കുറയ്ക്കണം. കുറച്ച ശേഷം സമയം കൊണ്ട് ഹരിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. പ്രവേഗ വ്യത്യാസം ബൈ സമയം. ത്വരണം ഈസ് ഈക്വൽ ടു പ്രവേഗ വ്യത്യാസം ബൈ സമയം. പ്രവേഗ വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും? പ്രവേഗ വ്യത്യാസം എന്ന് പറയുന്നത് അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗമായിരിക്കും. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. അപ്പോൾ എഴുതുന്നു ആക്സിലറേഷൻ. നമുക്ക് ആക്സിലറേഷനെ ചെറിയ അക്ഷരം എ കൊണ്ട് കാണിക്കാം. എന്തുകൊണ്ട് കാണിക്കാം? ചെറിയ അക്ഷരം എ കൊണ്ട് കാണിക്കാം. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. ആ വെലോസിറ്റി ഉണ്ടായ ചേഞ്ചിനെ എങ്ങനെ കണ്ടുപിടിക്കാം? അത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ എന്തായിരിക്കും? ടൈം ആയിരിക്കും. സോ എഴുതുന്നു ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു
ഫൈനൽ വെലോസിറ്റി ഏത് അക്ഷരം കൊണ്ട് കാണിക്കുന്നത്? വി എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ട് കാണിക്കുന്നു. വി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഏത് അക്ഷരം കൊണ്ട് കാണിക്കുന്നു? യു എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ട് കാണിക്കുന്നു. ഡിവൈഡ് ബൈ ടൈം ആയത് അക്ഷരം ഏതാണ്? ടി. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു v മൈനസ് യു ബൈ ടി. എന്താണ്? v മൈനസ് യു ബൈ ടി. അപ്പോൾ ശ്രദ്ധിക്കുക, ആക്സിലറേഷൻ ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ റേറ്റ് ഓഫ് ചേഞ്ച് എന്തിന്റെ കൂടെ വരുന്നോ അതിനെ എന്ത് ചെയ്യുക? അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ബൈ സംതിങ്. ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ബൈ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെലോസിറ്റിയെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് സ്പീഡിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ വ്യത്യാസം നിരക്ക് നോക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ വ്യത്യാസം നിരക്ക് ബൈ സംതിങ്. സംതിങ് എന്ന് പറയുന്നത് അവിടെ എന്തുമാകാം. ഇപ്പൊ എന്തിൻ്റെങ്കിലും കൂടെ റേറ്റ് ഓഫ് ചേഞ്ച് എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ അപ്പോഴേ ടൈം കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് വന്നപ്പോൾ നമ്മൾ വെലോസിറ്റിയെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡ് എന്ന് വന്നാലോ നമ്മൾ സ്പീഡിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് എന്ന് വന്നാലോ നമ്മൾ ഡിസ്റ്റൻസിനെ നമ്മൾ ടൈം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇവിടെയും അങ്ങനെയാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി നമ്മൾ വെലോസിറ്റി എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? വെലോസിറ്റി നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ പ്രവേഗ വ്യത്യാസത്തിന് നിരക്കിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം. The rate of change of velocity is known as acceleration. Acceleration is equal to change in velocity divided by time. അല്ലെങ്കിൽ വെലോസിറ്റിക്ക് ഉണ്ടായ വ്യത്യാസം പ്രവേഗ വ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ അത് അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗമായിരിക്കും. അത് ഫൈനൽ വെലോസിറ്റി. ഏറ്റവും ഒരു ബോഡിക്ക് ചലനം തുടങ്ങി ചലനം അവസാനിച്ചു. അപ്പോൾ അതിനിടയിൽ ഒരു സമയം ഉണ്ടായെങ്കിൽ ചലനം അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടായ പ്രവേഗം മൈനസ് ആ വസ്തു ചലിച്ച് തുടങ്ങുമ്പോഴുണ്ടായ പ്രവേഗം ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. ഫൈനൽ വെലോസിറ്റി നമ്മൾ v എന്ന അക്ഷരം കൊണ്ടും ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ u എന്ന അക്ഷരം കൊണ്ട് സ്റ്റാൻഡ് ചെയ്യുന്നു. സോ ആക്സിലറേഷൻ A is equal to v minus u by t ആയിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫാക്ടർ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. മാറിപ്പോകരുത്. സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പിന്നെ അതുപോലെ തന്നെ ഫിസിക്സിനെ സംബന്ധിച്ച് എന്ത് എഴുതുമ്പോഴും അതിന്റെ യൂണിറ്റ് കൂടെ എഴുതിയിരിക്കണം. അത് വളരെ ആരും മറന്നു പോകരുത്. നമ്മൾ ഏതൊരു മാഗ്നിറ്റ്യൂഡ് ഏതൊരു യൂണിറ്റ് ഏതൊരു അളവ് എഴുതുന്ന സമയത്തും അതിന്റെ യൂണിറ്റ് കൂടെ എഴുതുക. ചില അളവുകൾക്ക് യൂണിറ്റുകൾ കാണില്ല, അതിന് മാത്രം അളവുകൾ എഴുതാതെ വിടുക. ഓർക്കുക, സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ, അതുപോലെ തന്നെ എന്താണ് ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ, സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. മാറിപ്പോകരുത്. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. സോ ആക്സിലറേഷൻ A is equal to change in velocity divided by time. It is equal to final velocity minus initial velocity divided by time ആയിരിക്കും. സോ ആക്സിലറേഷൻ A is equal to v minus u by t ആയിരിക്കും. The unit of acceleration is equal to meter per second square ആയിരിക്കും. ഇത്രയും കാര്യം മറന്നു പോകരുത്. നമുക്കിനി പഠിക്കാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? അപ്പൊ നമുക്ക് പഠിക്കാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണം. നമുക്കറിയാം, കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് ഈ ഭൂഗുരുത്വാകർഷണം. ഒരു ഐസക് ന്യൂട്ടനും അല്ലെങ്കിൽ ആപ്പിൾ വീണ കഥയും ഒക്കെ എല്ലാ ആൾക്കാർക്കും അറിയായിരിക്കും. അപ്പോൾ എന്താണ് ഈ ഗ്രാവിറ്റി അല്ലെങ്കിൽ എന്താണ് ഭൂഗുരുത്വാകർഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ വസ്തുക്കളും താഴെ, നമ്മുടെ കല്ലെടുത്തെറിഞ്ഞാലും ആ കല്ല് താഴേക്ക് വീഴുന്നതിന് കാരണം ഭൂമിയുടെ ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഈ ഭൂമിയിലെ എല്ലാ വസ്തുക്കളെയും ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഭൂമിക്ക് ഇത്തരം വസ്തുക്കളെ അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കാനുള്ള കഴിവിനെ, ഭൂമിയുടെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണം. അപ്പോൾ എന്താണ് ഗ്രാവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എർത്ത് ക്യാൻ അട്രാക്ട് ഓൾ തിങ്സ് ടുവേർഡ്സ് ഇറ്റ്സ് സെന്റർ. എർത്ത് എന്ത് ചെയ്യുന്നു? എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു. എങ്ങോട്ടേക്ക്? ആ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക്. എർത്ത് ക്യാൻ അട്രാക്ട് ഓൾ തിങ്സ് ടുവേർഡ്സ് എങ്ങോട്ടേക്ക്?
ടുവേർഡ്സ് ഇറ്റ്സ് സെന്റർ. ഭൂമി എല്ലാ വസ്തുക്കളെയും ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഭൂഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. എങ്കിൽ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദി ആക്സിലറേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഒബ്ജക്റ്റ്. എന്താണ്? ഒരു ഒബ്ജക്റ്റിലേക്ക് ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് എങ്ങനത്തെ ഒബ്ജക്റ്റ് ആയിരിക്കണം? ഫ്രീലി ഫോളിംഗ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് വീഴുന്ന, താഴേക്ക് ഫ്രീ ആയിട്ട്, മറ്റു ഫോഴ്സുകളൊന്നുമില്ല, താഴേക്ക് ഫ്രീ ആയിട്ട് വീഴുന്ന ഒരു ബോഡി. ഇപ്പൊ ഞാൻ ഈ മാർക്കറിനെ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ മാർക്കറിലേക്ക് മറ്റു ഫോഴ്സുകളൊന്നും ആക്ട് ചെയ്യുന്നില്ല. എന്താണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ ഈ മാർക്കറിലേക്ക് ആക്ട് ചെയ്യുന്നുള്ളൂ. അതുമൂലം ഈ മാർക്കർ താഴേക്ക് പോകുന്നു. അപ്പൊ അത്തരത്തിൽ എന്താണ്? ഫ്രീലി ഫോളിംഗ് ബോഡി, എന്താണ്? ഫ്രീ ആയിട്ട് ഫോളിംഗ് ഡൗൺ, താഴേക്ക് വീഴുന്ന ഒരു ബോഡി. ആ ബോഡിയിലേക്ക് എർത്ത് എന്ത് ചെയ്യുകയാണ്? എർത്ത് ആ ബോഡിയിലേക്ക് ആക്സിലറേഷനെ കൊടുക്കുകയാണ്. അത് ഏത് സ്ഥലത്താണോ ആ ബോഡി താഴേക്ക് വീഴുന്നത് ആ സ്ഥലത്തെ ഗ്രാവിറ്റി എത്ര? കാരണം ഈ ഓരോ പൊസിഷൻ മാറുന്ന അനുസരിച്ച് ഗ്രാവിറ്റി മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് അതൊക്കെ അടുത്ത വർഷം പഠിക്കാം. കാര്യം നമ്മൾ ജോഗ്രഫി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ പോളാർ റീജിയനും ഇക്വേറ്റർ റീജിയനും ഒക്കെ ഉണ്ട്. എന്താണ്? നമ്മുടെ അക്ഷാംശ രേഖാംശ രേഖകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ പൊസിഷൻ മാറുന്ന അനുസരിച്ച് നമ്മളെ ഗ്രാവിറ്റി മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ധ്രുവപ്രദേശങ്ങളിൽ ഒരു ഗ്രാവിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഭൂമിയുടെ സെൻട്രൽ ഗ്രാവിറ്റി ഇല്ല. അതുപോലെ തന്നെ എന്താണ്? ഇക്വേറ്റർ റീജിയൻ, ഭൂമധ്യരേഖാ പ്രദേശത്ത് മറ്റൊരു ഗ്രാവിറ്റി ആയിരിക്കും. അതൊക്കെ നമുക്ക് അടുത്ത വർഷങ്ങൾ, അതൊക്കെ നമുക്ക് വരും വർഷങ്ങളിൽ വ്യക്തമായി പഠിക്കാം. അപ്പോൾ ഒരു പ്രദേശത്തെ ഗ്രാവിറ്റി എത്രയാണോ, അപ്പോൾ ഫ്രീ ആയി ഭൂമിയിലേക്ക് പതിക്കുന്ന ഒരു വസ്തു, മറ്റു ഫോഴ്സുകളൊന്നും ഇല്ലാതെ ആ ഭൂമിയിലേക്ക് ഫ്രീ ആയിട്ട് പതിക്കുന്ന ഒരു വസ്തു, ആ ബോഡിയിലേക്ക് ആ സ്ഥലത്തെ ഗ്രാവിറ്റി എത്രയാണോ അത്രയും ഭൂമി പ്രയോഗിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന്റെ ആക്സിലറേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഒബ്ജക്റ്റ്. അത് എങ്ങനത്തെ ഒബ്ജക്റ്റ് ആയിരിക്കണം? എ ഫ്രീലി ഫോളിംഗ് ഡൗൺ, താഴേക്ക് ഫ്രീ ആയിട്ട് വീഴുന്ന ഒരു ബോഡി. ആര് പ്രയോഗിക്കുന്നു? എർത്ത് പ്രയോഗിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ എന്താണ്? ഭൂഗുരുത്വ ത്വരണം. എന്താണ്? ഭൂഗുരുത്വ ത്വരണം. അപ്പോൾ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദി ആക്സിലറേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഒബ്ജക്റ്റ്. എന്താണ്? ദ ആക്സിലറേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഫ്രീലി ഫോളിംഗ് ഡൗൺ ഒബ്ജക്റ്റ് ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത്. ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് due to the gravitational force of earth at the acceleration at the place. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയി താഴേക്ക് വീഴുന്ന ഒരു ബോഡിയിലേക്ക് എർത്തിന്റെ ഗ്രാവിറ്റി മൂലം ഉണ്ടാകുന്ന ആക്സിലറേഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആ ഉണ്ടാകുന്ന ഗ്രാവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഏത് സ്ഥലത്താണോ അത് വീഴുന്നത് ആ സ്ഥലത്തെ ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ബോഡിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഒബ്ജക്റ്റ് എന്താണ്? falling down freely. എന്താണ് falling down freely due to the gravitational force of earth. It is depend upon the gravity of that place. അത് ഏത് സ്ഥലത്താണോ ആ ബോഡി താഴേക്ക് വീഴുന്നത് ആ സ്ഥലത്തെ ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തെന്ന് പറഞ്ഞത് ആ ബോഡിയിലേക്ക് എർത്ത് കൊടുക്കുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോഴാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയി താഴേക്ക് വീഴുന്ന ഒരു ബോഡിയിൽ ഗ്രാവിറ്റി മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ. ആ ഗ്രാവിറ്റിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അത് ഏത് സ്ഥലത്താണോ താഴേക്ക് വീഴുന്നത് ആ സ്ഥലത്തുള്ള ഗ്രാവിറ്റിയെ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോഴാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതിനെ ചെറിയ അക്ഷരം G കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി ഇത്തരം ആക്സിലറേഷൻ നെഗറ്റീവ് ആണ് എങ്കിൽ ദ നെഗറ്റീവ് ആക്സിലറേഷൻ ഈസ് നോൺ ആസ് റിട്ടാർഡേഷൻ. എന്താണ്? റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം എന്ന് പറയാം. കാര്യം ആക്സിലറേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി പോവുകയാണ്. എങ്കിൽ ഒരു ബോഡിയുടെ വെലോസിറ്റി ഉള്ള ബോഡിയുടെ വേഗത കുറഞ്ഞു വരികയാണ് എങ്കിൽ അതിന് നമുക്ക് വിളിക്കാം റിട്ടാർഡേഷൻ അല്ലെങ്കിൽ അതിനെ മന്ദീകരണം എന്ന് വിളിക്കാം. ഒരു ട്രെയിൻ പയ്യെ ഓടി നിൽക്കും, ഓടി നിൽക്കും, പയ്യെ സ്റ്റോപ്പ് ആവുകയാണ് എങ്കിൽ നമുക്ക് അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ട്രെയിൻ അതിന്റെ വെലോസിറ്റി പയ്യെ കൂടി പോവുകയാണെങ്കിൽ യാത്ര അവസാനിപ്പിക്കുന്ന തീവണ്ടിയാണെങ്കിൽ അത് പയ്യെ എന്ത് ചെയ്യുന്നു? വേഗത കുറഞ്ഞു വരികയാണ്. അതിനെയാണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്.
തറയിലൂടെ ഉരുണ്ടു പോകുന്ന ഒരു ബോൾ, ആ തറയും എന്താണ് ആ ഗ്രൗണ്ട് പ്ലേസും ആ ബോളും തമ്മിലുള്ള കർഷണ ബലമുള്ള ആ ബോൾ പയ്യെ പയ്യെ നിൽക്കുന്നു. അതും എന്തൊരു ഉദാഹരണം? അതും ആ റിട്ടാർഡേഷന് ഉദാഹരണമാണ്. അപ്പോൾ when the acceleration is negative, it is known as retardation അല്ലെങ്കിൽ മന്ദീകരണം എന്ന് പറയാം. നെഗറ്റീവ് ത്വരണത്തെ വിളിക്കുന്ന പേരാണ് മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. when the acceleration is negative, it is known as റിട്ടാർഡേഷൻ. അതുപോലെ തന്നെ നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന a is equal to v minus u by t എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ നെഗറ്റീവിലാണ് എങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കുന്നത്? റിട്ടാർഡേഷൻ ആയിരിക്കും അത് അനുഭവപ്പെടുന്നത്, മന്ദീകരണ അവസ്ഥയായിരിക്കും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിൽ എന്താണ് ഒരു കണക്ക് പറയുന്നുണ്ട്. ഒരു ഹെലികോപ്റ്ററിൽ നിന്നും ഒരു ഭക്ഷണ പൊതി താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. അത് താഴേക്ക് വന്ന് വീഴാനായിട്ട് 5 സെക്കൻഡ് സമയം എടുത്തു. എത്ര സമയം എടുത്തു? 5 സെക്കൻഡ് സമയം എടുത്തു. അതുപോലെ തന്നെ തറയിൽ വന്ന് വീഴുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 50 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ആ ബോഡിയുടെ ആക്സിലറേഷൻ എത്രയെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, ആക്സിലറേഷനുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചെയ്യുന്ന സമയത്ത് ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം തന്നിട്ടില്ല എങ്കിൽ അതിനെ 0 കൺസിഡർ ചെയ്യുക. അന്തിപ്രവേഗവും തന്നിട്ടില്ല എങ്കിൽ എന്തായെടുക്കുക? അതിനെ 0 കൺസിഡർ ചെയ്ത് കണക്കുകൾ ചെയ്യുക. ഇവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഒരു ഹെലികോപ്റ്ററിൽ നിന്നും ഒരു ഭക്ഷണ പൊതി താഴേക്ക് ഇട്ടു. അത് തറയിൽ വന്ന് വീഴേണ്ട 5 സെക്കൻഡ് സമയമെടുത്തു. ആ ഭക്ഷണ പൊതി തറയിൽ ഗ്രൗണ്ടിൽ വന്ന് മുട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള അതിന്റെ വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. എങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എത്ര? നമുക്കറിയാം ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു v മൈനസ് u ബൈ t ആയിരിക്കും. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആയിരിക്കും. ആ ഭക്ഷണ പൊതി ആ ഹെലികോപ്റ്ററിൽ നിന്നും താഴേക്ക് ഇടുന്ന സമയത്തുണ്ടായ വെലോസിറ്റി നമുക്ക് അറിയില്ല, അത് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ u ഈസ് ഈക്വൽ ടു ആദ്യ പ്രവേഗം u ഈസ് ഈക്വൽ ടു 0 മീറ്റർ പെർ സെക്കൻഡ് ആയി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അത് തറയിൽ വന്ന് വീഴുന്നതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു 15 മീറ്റർ പെർ സെക്കൻഡും ആയിരിക്കും. എത്രയായിരിക്കും? v ഈസ് ഈക്വൽ ടു 15 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. വന്ന് വീഴുന്ന സമയം ടൈം എത്രയായിരിക്കും? അത് 5 സെക്കൻഡുമാണ് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? a ഈസ് ഈക്വൽ ടു v മൈനസ് u ബൈ t. ഫൈനൽ വെലോസിറ്റി v എത്രയാണ്? v 50 മൈനസ് 0 ഡിവൈഡ് ബൈ 5. എത്ര കിട്ടുന്നു? 50/5 എത്ര കിട്ടുന്നു? 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ആ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും എന്ത് എന്ന് പറഞ്ഞത്? ആ ബോഡിയുടെ ആ വസ്തുവിനുണ്ടാകുന്ന ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതും കണക്കൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് റോഡ് അപകടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന എക്സസ് വാഹനങ്ങളുടെ എക്സസ് സ്പീഡ് മൂലം, ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് മൂലവും ഡ്രൈവറുടെ അശ്രദ്ധ മൂലവും ഒക്കെ എന്താണ് കെയർലെസ് ഡ്രൈവിംഗ് മൂലമൊക്കെ ഒരുപാട് വാഹന അപകടങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, പെഡസ്ട്രൈൻസ് കാണുന്ന യാത്രകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. എന്താണ്? ആ റോഡിന്റെ വലതുവശത്ത് കൂടി മാത്രം നടക്കുക, എന്താണ് വാക്ക് അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്. അതുപോലെ തന്നെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ സീബ്ര ലൈനിലൂടെ മാത്രം എന്ത് ചെയ്യുക? റോഡ് മുറിച്ച് കിടക്കുക. വെൻ ക്രോസ് റോഡ് ഓൺലി യൂസിങ് ദ സീബ്ര ക്രോസ്. എന്താണ്? സീബ്ര ക്രോസിലൂടെ മാത്രം റോഡ് മുറിച്ച് കിടക്കുക. അതുപോലെ തന്നെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്, മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. ഡ്രൈവറുടെ കെയർലെസ് ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ അശ്രദ്ധമായ ഡ്രൈവിംഗ് ഒന്നും പാടില്ല. കാര്യം ഇന്ന് റോഡ് നിരത്തുകൾ ഒരുപാട് വാഹനങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും ആ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേ വരികയാണ്. അതുപോലെ തന്നെ വാഹന അപകടങ്ങളുടെ കാരണങ്ങളും വാഹന അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അത് നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ രണ്ടാമത്തെ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ ഈ മോഷൻ നമ്മൾ ആദ്യമായി എന്താണ് മോഷൻ എന്ന് പഠിച്ചു. എന്താണ്? ചേഞ്ചിങ് പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് ടൈം. ടൈം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ഒബ്ജക്റ്റിന് എന്ത് മാറിക്കഴിഞ്ഞാൽ, ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ചലിച്ചു എന്ന് പറയാം. എന്താണ് ഡിസ്റ്റൻസ്? ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ്, ഇറ്റ് ഈസ് നോൺ ആസ് ഡിസ്റ്റൻസ്. സഞ്ചരിച്ച പാതയുടെ ആകെ നീളത്തെ വിളിക്കുന്ന പേരാണ് അകലം എന്ന് വിളിക്കുന്നത്. സഞ്ചരിക്കുന്ന നേർരേഖയിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന സ്ഥാനാന്തരമായിരിക്കും. ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ.
അതോടൊപ്പം ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞ സമയത്ത് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്നും, എന്നാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല എങ്കിൽ അതിനെ സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്നും വിളിക്കുന്നു. അതോടൊപ്പം സ്പീഡ് ഒരു യൂണിറ്റ് സമയത്തുണ്ടായ അകലത്തെ വേഗത എന്നും ഒരു യൂണിറ്റ് സമയത്തുണ്ടായ സ്ഥാനാന്തരത്തെ പ്രവേഗം എന്നും വിളിക്കുന്നു. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ യൂണിറ്റ് ടൈം ഇറ്റ് ഈസ് നോൺ ആസ് സ്പീഡ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ എ യൂണിറ്റ് ടൈം ഇറ്റ് ഈസ് നോൺ ആസ് വെലോസിറ്റി. അതുപോലെ നമ്മൾ പഠിച്ച യൂണിഫോം സ്പീഡ്, യൂണിഫോം വെലോസിറ്റി ഇതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.